സാങ്ഖ്യദർശനത്തെക്കുറിച്ചിട്ടാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. എന്താണ് സാങ്ഖ്യദർശനം? എല്ലാ ദർശനങ്ങളുടെയും അടിത്തറ പാകിയിട്ടുള്ള ദർശനമാണ് സാങ്ഖ്യദർശനം. അപ്പോൾ സാങ്ഖ്യദർശനം എന്ന് പറയുന്നത് വളരെ യുക്തിഭദ്രമാണ്. ഭാരതീയ ദർശനങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായതാണ് സാങ്ഖ്യദർശനം. എന്തുകൊണ്ടാണ് ഇത് ഇത്രയും ശ്രേഷ്ഠമായത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം? അപ്പോൾ സാങ്ഖ്യദർശനത്തിൽ എന്താണ് പ്രതിപാദിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ് സാങ്ഖ്യദർശനത്തിൽ പ്രതിപാദിക്കുന്നത്? സാങ്ഖ്യദർശനത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? സാങ്ഖ്യദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് കപില മുനിയാണ്. കപിലൻ അന്നേ വരെ നിലനിന്നിരുന്ന മനുഷ്യൻ്റെ ശാശ്വതമായ ഒരു പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമമായിരുന്നു സാങ്ഖ്യദർശനം. സാങ്ഖ്യ ഫിലോസഫി എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യയിലും മാത്രമല്ല വളരെ പ്രിയപ്പെട്ടതായി മാറിയതിൻ്റെ കാരണം യുക്തിഭദ്രമാണ്, ലോജിക്കലി കോമ്പാക്റ്റാണത്. അപ്പോൾ എന്തൊക്കെ വിഷമങ്ങൾ, പ്രതിസന്ധികളാണ് മനുഷ്യനുള്ളത്, മനുഷ്യൻ്റെ ദുഃഖങ്ങൾ, ആ ദുഃഖങ്ങൾ എങ്ങനെ പരിഹരിക്കണം? അപ്പോൾ ആദ്യം തന്നെ ഒരു ഓർഡറായിട്ട് ഓരോരോ പോയിൻ്റ് വൈസായിട്ട് നമുക്ക് നോക്കാം. അന്ന് നിലനിന്നിരുന്ന ദുഃഖങ്ങൾ എന്തായിരുന്നു, ഇന്നുള്ള ദുഃഖങ്ങൾ എന്താണ്, പ്രശ്നങ്ങൾ എന്താണ്, ഇന്നും മനുഷ്യന് അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ആങ്സൈറ്റി, ഡിപ്രഷൻ, അതുപോലെ ശാരീരികമായ അസ്വസ്ഥതകൾ. അപ്പോൾ അന്ന് നിലനിന്നിരുന്ന ആ പരിഹാര മാർഗങ്ങൾ എന്തായിരുന്നു? ആ പരിഹാര മാർഗങ്ങളിലൂടെ അന്ന് നിലനിന്ന പരിഹാര മാർഗങ്ങൾ മതിയാവാതെ വന്നു, അല്ലെങ്കിൽ ആ പരിഹാരങ്ങളൊന്നും ശരിയായ പരിഹാരങ്ങളായിരുന്നില്ല എന്ന് സാങ്ഖ്യർ മനസ്സിലാക്കിയതിന് ശേഷം സാങ്ഖ്യർ അതിനെക്കുറിച്ചിട്ടുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയാണ് മൊത്തത്തിലുള്ള സാങ്ഖ്യദർശനം. സാങ്ഖ്യയോഗം, ആ സാങ്ഖ്യയോഗം കഴിഞ്ഞാലാണ് വീണ്ടും നമുക്ക് യോഗശാസ്ത്രം എന്ന്. അപ്പോൾ സാങ്ഖ്യയുടെ പിന്നാലെയാണ് യോഗം. അപ്പോൾ യോഗ പഠിക്കുന്നവർക്ക് ശരിക്കും സാങ്ഖ്യം കൂടി പഠിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ കേൾക്കാം. ഓക്കെ.